മാന്യ സദസ്സിന് വന്ദനം. പ്രിയ കലാസ്നേഹികളെ, മലങ്കര ഫിലിം ഫാക്ടറി അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ 126ാമത് കലോപഹാരം വീമ്പുരാൻ. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ഡോക്ടർ അമൽ പോൾ. അരങ്ങിൽ നിങ്ങളുടെ പ്രിയ താരങ്ങൾ. ഞങ്ങൾ ആരംഭിക്കുകയാണ്. വീമ്പുരാൻ. നമസ്കാരം. പ്രധാന വാർത്തകൾ. മലങ്കര ആശുപത്രിയിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന അത്യാധുനിക മോർച്ചറി സൗകര്യം, സിനിമ ടാക്കീസ്, ചായക്കട മുതലായ നൂതന സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. ഈ സംരംഭത്തെ ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായി പ്രഖ്യാപിക്കണം എന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ സംസ്കാര വകുപ്പ് മന്ത്രി ശ്രീ പി കുഞ്ഞിപ്പൗലോ. ഇപ്പോൾ കിട്ടിയ വാർത്ത, മൂലക്കുഴിയിൽ ആഭ്യന്തരമന്ത്രിയുടെ അടുത്ത ബന്ധുവിന്റെ വീട്ടിൽ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങൾ. ഇടിവെട്ട് സാറേ, ഇടിവെട്ട് സാറേ, ഇടിവെട്ട് സാറേ. പ്രസന്റ് പറയാൻ ഇതെന്താ LP സ്കൂളോ? സാറേ, ഇടിവെട്ട് സാറേ. അയ്യോ, രക്ഷിക്കണേ. ഓടല്ലേ സാറേ, അവിടെ നിൽക്കു സാറേ. പിന്നെ ഇവിടെ നിന്നിട്ട് വേണം വല്ലാണ്ട് ഇടിയും വെട്ടും കൊള്ളാൻ. ഞാൻ ഓടും. എന്റെ സാറേ, സാറിന്റെ വിളിപ്പേരല്ലേ ഇടിവെട്ട്? ഇടിവെട്ട് പുഷ്പൻ. ഞാൻ സാറിനെ വിളിച്ചതാ. ഓ, അതായിരുന്നു. വിളിപ്പേരുകൾ ഒരുപാടുള്ളതുകൊണ്ട് ഒരു നിമിഷം ഞാനതങ്ങ് മറന്നുപോയി. അതിരിക്കട്ടെ, താൻ എന്തിനാ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് ഇവിടെ കിടന്ന് ഓടിയിടുന്നത്? വെളുപ്പാങ്കാലം ഒന്നുമല്ല സാറേ, സമയം ഉച്ചയായി. സാർ അറിഞ്ഞോ? സാറിനെ CBI എടുത്തു. കുറച്ചു നാളായി CBI എന്നെ നോട്ടമിട്ട് തുടങ്ങിയിട്ട്. ഈ CBI മേധാവിയുടെ നിരന്തര ശല്യം കാരണം ഞാനിപ്പോ പുറത്തേക്ക് പോലും ഇറങ്ങാറില്ല. അതെന്താ സാറേ? സേതുരാമയ്യർ റിട്ടയർ ചെയ്ത ഒഴിവിലേക്ക് പ്രഗത്ഭനും അതിബുദ്ധിമാനുമായ ഈ എന്നെ തന്നെ വേണമത്രേ. എന്നിട്ട് സാർ എന്തു പറഞ്ഞു? CBI അല്ല SBI വന്നാലും എനിക്കൊന്നേ പറയാനുള്ളൂ, ഗെറ്റ് ഔട്ട് ഹൗസ്, കടക്ക് പുറത്ത്. സാറിനെ മാത്രമല്ല, എന്നെയും വിളിച്ചിട്ടുണ്ട് CBIയിലേക്ക്. CBIയുടെ ഡോഗ് സ്ക്വാഡിലും ഒഴിവുണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഇതൊന്നും അല്ല സാറേ. സാർ മൂലക്കുഴി കേസ് അറിഞ്ഞില്ലേ? അത് താനെങ്ങനെ അറിഞ്ഞു? ഞാൻ ആരോടും പറയാത്ത ആ രഹസ്യം തനിക്ക് എങ്ങനെ കിട്ടി? ഏത് രഹസ്യം? എടോ, എന്റെ മൂലക്കുരുവിന്റെ കേസ് കിട്ടി താനെങ്ങനെ അറിഞ്ഞു? മൂലക്കുരു അല്ല സാറേ, മൂലക്കുഴി. മൂലക്കുഴി ഇരട്ട കൊലക്കേസ്. അങ്ങനെ ഒരു കേസുണ്ടോ? അതെന്താ ഞാൻ അറിയാത്തത്? അധികാരം അറിഞ്ഞിട്ടില്ല സാറേ. ഇന്നലെ രാത്രി നടന്ന സംഭവമാണ്. ഓ, ഇന്നലെ രാത്രി ഏകദേശം 10നും 12നും ഇടയിൽ, ശരിയല്ലേ? ബ്രില്ലേ, സാർ ഒരു സംഭവം തന്നെ. ഇന്നലെ രാത്രി 10നും 12നും ഇടയിൽ ഞാൻ ഉച്ചയുറക്കത്തിലായിരുന്നു. ഇല്ലെങ്കിൽ ഈ കേസിനെ പറ്റി ഞാൻ അറിയാതിരിക്കില്ല. സാർ, പ്രമാദമായി ഈ കൊലക്കേസ് അന്വേഷിക്കാൻ ആഭ്യന്തരമന്ത്രി DGPയോട് നേരിട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ DGPക്ക് പേടി, മടി. ADGP, IG, SP, DYSP മുതൽ CI വരെ കേരള പോലീസിലെ സകലരോടും DGP കേസ് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അതിനുള്ള ചങ്കൂറ്റം ഇവിടെ ഒരുത്തനുമില്ല സാറേ. എന്നിട്ട് അങ്ങനെ കേസ് CBIക്ക് വിടാൻ ആലോചിക്കുമ്പോഴാണ് ഒരവസാന ശ്രമം പോലെ DGP കമ്പ്യൂട്ടറിൽ നോക്കിയത്. ചങ്കൂറ്റമുള്ള ഒരു പോലീസുകാരന്റെ പേര് സെർച്ച് ചെയ്തപ്പോൾ ഗൂഗിളിൽ തെളിഞ്ഞു വന്ന പേര് ഏതാണെന്ന് അറിയാമോ സാറിന്? ഏതാണ്? കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ധീരനും വീരനുമായ സബ് ഇൻസ്പെക്ടർ ഇടിവെട്ട് പുഷ്പൻ. അത് ഞാനല്ലേ? അതെ, സാറ് തന്നെ. അതിസങ്കീർണവും നിഗൂഢവുമായി ഈ കേസിന്റെ അന്വേഷണം DGP ഏൽപ്പിച്ചിരിക്കുന്നത് സാറിനെയാണ്.
കൂടെ എന്നെയും. ഒടുവിൽ ഇരട്ടച്ചെങ്കുള്ള ഈ പുഷ്പനെ തിരിച്ചറിയാൻ ഗൂഗിൾ സെർച്ച് വേണ്ടി വന്നതല്ലേ? സാരമില്ല, എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ശരി, കേരള പോലീസിന്റെ അഭിമാനം ഞാൻ കാക്കും. അതിഭീകരവും നിഗൂഢമായ ഈ കേസ് ഞാൻ തെളിയിക്കും. പുഷ്പൻ കീ ജയ്, ഇടിവെട്ട് പുഷ്പൻ കീ ജയ്. താൻ എന്തിനാണോ നാഴികയ്ക്ക് 40 വട്ടം ഇടിവെട്ട് ഇടിവെട്ട് എന്ന് പറയുന്നത്? എസ് ഐ പുഷ്പൻ എന്ന് പറയുന്നതിനേക്കാളും ഇടിവെട്ട് പുഷ്പൻ എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത വൈബാണ് എന്റെ സാറേ. കേൾക്കുന്നവരൊക്കെ ഞെട്ടിത്തരിക്കും. കണ്ടോ, എന്റെ രോമം എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടോ? വൈബ് താഴ്ത്തി വെക്കടോ തന്റെ രോമം. തനിക്കറിയുമോ എന്നെനിക്കറിയില്ല. പണ്ട് കോളേജിലെ പൂവാലന്മാരെ നേരിടാൻ ആ CI എന്നെ അങ്ങോട്ട് തള്ളിവിട്ടു. കോളേജ് പിള്ളേരുടെ അടിയും ഇടിയും വെട്ടും കിട്ടി 15 മാസം ഹോസ്പിറ്റലിൽ കോമയിൽ കിടന്ന് എനിക്ക് ബോധം വന്നപ്പോ എന്റെ 4ാമത്തെ കുട്ടിക്ക് പ്രായം 4 മാസം. അന്ന് കിട്ടിയ പേരാണോ ഇടിവെട്ട് പുഷ്പൻ? അത് കേൾക്കുമ്പോ ഞെട്ടുന്നത് നാട്ടുകാരല്ല, ഈ ഞാനാ. അന്ന് കിട്ടിയ 12 വെട്ടിന്റെ പാട് ഇപ്പോഴും ഉണ്ട് എന്റെ ശരീരത്തിൽ. നീ കണ്ടോ? ഇതൊക്കെ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളതല്ലേ. താൻ കാണാത്തതൊക്കെ ഇനിയുണ്ടോ? അല്ല വേണ്ട, സമയം കിട്ടുമ്പോ ഞാൻ കാണിച്ചു തരാം. ബൈ ദ വേ സുഖു, നമുക്ക് എത്രയും പെട്ടെന്ന് ക്രൈം സീനിലെത്തണം. വണ്ടി എടുക്കൂ. യെസ് സാർ. ആ സ്ഥലത്തിന്റെ പേരെന്ത് കുരുവാന്നാ പറഞ്ഞത്? കുരുവല്ല സാർ, കുഴി, മൂലക്കുഴി. കുഴി എങ്കിൽ കുഴി. എന്നെ എത്രയും പെട്ടെന്ന് ആ കുഴിയിലേക്ക് എടുക്കൂ. ആ കൊടും കൊലപാതകയെ കണ്ടെത്താൻ എന്റെ കൈ തരിക്കുന്നു. യെസ് സാർ. കാണുന്നതാണല്ലേ ഡെഡ് ബോഡിയുടെ മാർക്കിങ്സ്? അല്ല സാർ, അത് തെങ്ങിലെ മടൻ വീണ മാർക്കിങ്സ്. ഈ തുണി കഷ്ണം സംഘടനത്തിനിടെ പ്രതിയുടെ ഷർട്ടിൽ നിന്നും കീറി വീണ പോക്കറ്റ് ആയിരിക്കും അല്ലേ? അത് അപ്പുറത്തെ വീട്ടിലായി നടക്കാനിട്ട ഷർട്ടിൽ നിന്ന് ഇവിടുത്തെ പശു കടിച്ചെടുത്ത പോക്കറ്റാണ്. അപ്പോ ഈ കാണുന്ന ടയർ മാർക്കിങ്സ് പ്രതി സഞ്ചരിച്ച വാഹനത്തിൻ്റെതായിരിക്കും അല്ലേ? അത് ഇത് രാവിലെ ചാണകം കൊണ്ടുപോകാൻ വന്ന വാഹനത്തിന്റെ മാർക്കിംഗ് ആണ് സാർ. സുഖു, ഇതെന്ത് ക്രൈം സീനാണോ? ഡെഡ് ബോഡി ഇല്ല, മാർക്കിങ്സ് ഇല്ല, ഫുട് പ്രിന്റ് ഇല്ല, തുണിക്കഷ്ണമില്ല, ബട്ടൺ ഇല്ല, അറ്റ്ലീസ്റ്റ് ഒരു ഡമ്മി പോലും ഇല്ല. സാർ, ക്രൈം സീൻ പുറകുവശത്താണ്. അവിടെയാണ് സംഭവത്തിന് ആസ്പദമായ പശുത്തൊഴുത്ത്. പശുത്തൊഴുത്തോ? അവിടെയാണോ ഡെഡ് ബോഡി കിടന്നത്? ഡെഡ് ബോഡി ഇല്ല സാർ. ഡെഡ് ബോഡി ഇല്ലെന്നോ? പിന്നെ എന്ത് മർഡർ കേസാണോ ഇത്? ഇതൊരു മിസ്സിംഗ് കേസാണ് സാർ. മിസ്സിംഗ് കേസോ? ഇരട്ടക്കൊല കേസ് എന്ന് പറഞ്ഞിട്ട്? അതെ സാർ, ഇരട്ടക്കൊല കേസ്. ആഭ്യന്തരമന്ത്രിയുടെ അമ്മായിയപ്പനായ ഈ ഇട്ടുപ്പ് വൈദ്യര് രസായനമുണ്ടാക്കാൻ ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന വാഴക്കൊലി, തേങ്ങാക്കൊലി ഇന്നലെ രാത്രി മുതൽ ആ തൊഴുത്തിന് സമീപത്ത് നിന്ന് മിസ്സിംഗ് ആണ് സാർ. കാണാതായ ആ 2 കൊലകളുടെ പ്രമാദമായ മിസ്സിംഗ് കേസാണ് സാർ. ചരിത്രം തങ്കലിപികളിൽ എഴുതാൻ പോകുന്ന മൂലക്കുഴി ഇരട്ടക്കൊല കേസ്. സുഖു, ഈ തേങ്ങാക്കൊലക്കേസ് അന്വേഷിക്കാനാണോടോ DGP എന്നും CBI എന്നും ഒക്കെ പറഞ്ഞ് ആനയും അമ്പാരിയും കൊട്ടും മേളവും ഒക്കെ ആയി താൻ എന്നെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത്? സാറേ, ഇത് ആഭ്യന്തരമന്ത്രിയുടെ ഭാര്യ വീട്ടിൽ നടന്ന മോഷണമാണേ. ഇത് വകുപ്പ് വേറെയാ. എന്റെ കൊല എപ്പോ കണ്ടുപിടിക്കും സാർ? തന്റെ ഒരു കൊല ഒന്നല്ല സാർ, 2 കൊല. ആ പട്ടിണി കിടക്കണ പശുക്കൾ വിശപ്പ് മൂത്തപ്പോ എടുത്ത് തിന്നു കാണും സുഖു. അയാളുടെ ഇരട്ടക്കൊല താൻ പോയി ആ തൊഴുത്തിൽ പോയി മണം പിടിച്ച് നോക്കണോ? സാർ എന്താ പറഞ്ഞ? കൊല 2 ഇന്ന് തന്നെ കണ്ടുപിടിക്കാമെന്ന്. സാറേ, കിട്ടി സാറേ, തെളിവ് കിട്ടി.
ഈ കുറിപ്പടി തൊഴുത്തിന്റെ പരിസരത്ത് നിന്ന് കിട്ടിയതാ. ഇതൊരു ഡോക്ടറിന്റെ കുറിപ്പടിയാണല്ലോ. എങ്കിൽ ആ ഡോക്ടർ തന്നെ ആയിരിക്കും സാർ ഈ കേസിലെ പ്രതി. ആയിരിക്കോ? സംശയം എന്താ സാർ? നമുക്കിപ്പോൾ തന്നെ ആ ഡോക്ടറെ പൊക്കി ഈ കേസ് ക്ലോസ് ചെയ്തേക്കാം. കമോൺ. നമ്മുടെ നീക്കങ്ങൾ അതീവ രഹസ്യമായിരിക്കണം. ഡോക്ടറാണ് ഈ കേസിലെ പ്രതിയെന്ന് നമ്മൾ മനസ്സിലാക്കിയ വിവരം ഒരു കാരണവശാലും ഡോക്ടർ അറിയില്ല. ഈ വേഷത്തിൽ നമ്മളെ കണ്ടാൽ നമ്മൾ പോലീസാണ് നമുക്ക് പോലും. രോഗികളാണെന്ന വ്യാജേന വേണം അയാളെ നേരിടാൻ. ഏതു നിമിഷവും ഒരു ആക്രമണത്തിന് തയ്യാറായിരിക്കും. നെക്സ്റ്റ് പേഷ്യന്റ് വരൂ. നിങ്ങളിൽ ആരാണ് പേഷ്യന്റ്? സാറിന് മാത്രമേ ഒരു പേഷ്യന്റ് ആകാനുള്ള ലുക്കുള്ളൂ സാറേ. എനിക്കൊന്നും അതിനുള്ള ലുക്കില്ല. ചീട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ എടുക്കാൻ മറന്നു സാറേ. ചീട്ട് എന്റെ കയ്യിലുണ്ട് സാറേ. ഡോക്ടർ നമ്മുടെ ടൈപ്പാണ് തോന്നുന്നു. എന്താണല്ലോ ഇത്? സാറ് ചോദിച്ച സാധനമാണ് സാറേ. ചീട്ട് ഒരു കുത്തേ ഉള്ളൂ. രണ്ടാമത്തെ കുത്ത് നാണിപ്പോൾ തരും. എടുത്തു മാറ്റടോ. രോഗിയുടെ പേര് എന്താണ്? ഇടിവെട്ട്. സോറി, വെറും പുഷ്പൻ. എന്താണ് അസുഖം? സുഖമോ? എനിക്കോ? ഉണ്ട് സാറേ, മൂലക്കുരു. സുഖോ? സാറേ, ഡോക്ടറോട് കള്ളം പറയാൻ പാടില്ല എന്ന് നമ്മുടെ സർവീസ് മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? പിന്നെ CRP സെക്ഷൻ 420. ഷുഗർ ഉണ്ടോ? പഞ്ചാര പഞ്ചാര. ഓ, പഞ്ചാര. ചായക്കടക്കാരി ശാന്തമ്മയെ കാണുമ്പോഴുള്ള പഞ്ചാര. ഡോക്ടർ സാർ ഇതെങ്ങനെ അറിഞ്ഞു? അങ്ങനെയൊന്നുമില്ല. വലിക്കുമോ? എടോ വലിക്കുമോ? പിന്നെന്താ, ഇപ്പൊ ശരിയാക്കി തരാം. ഞാൻ കേരള പോലീസിന്റെ വടംവലി ചാമ്പ്യൻ അല്ലേ. എന്തിനാണോ മേശ വലിക്കുന്നത്? സാറേ, മേശ പിടിച്ച് വലിക്കാനല്ല പറഞ്ഞത്, ഡോക്ടറെ പിടിച്ചെഴുന്നേൽപ്പിക്കാനാ പറഞ്ഞത്. ആണോ? എന്നാ പോരട്ടെ. ഒത്തുപിടിച്ചോ? വാട്ട് നോൺസെൻസ് ഇസ് ദിസ്? എന്നാ കിണ്ടലാ? ഗെറ്റ് ഔട്ട്. സോറി സാർ, സോറി സാർ. സാറേ, നമ്മൾ വന്നത് പ്രതിയെ പിടിക്കാനല്ലേ? അത് ശരിയാണല്ലോ. ഡോക്ടർ വീരപ്പ റെഡ്ഡി, ഓർമ്മയുണ്ടോ ഈ പ്രിസ്ക്രിപ്ഷൻ? ഓർമ്മ കാണാൻ വഴിയില്ല. ഒരുപാട് കുറിപ്പടികൾ ഇങ്ങനെ എഴുതി തള്ളുന്നതല്ലേ. ഇത് ഞാൻ എഴുതി കൊടുത്തതാണല്ലോ. സാറേ, ഡോക്ടർക്ക് ഓർമ്മയുണ്ടെന്ന്. ഓർമ്മ ഉണ്ടല്ലേ? ഇനി ഞാൻ എന്ത് ഡയലോഗ് പറയും? പ്രതി തന്നെ കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് നോക്കി നിൽക്കാൻ അറസ്റ്റ് ചെയ്യാം സാറേ. ഡോക്ടർ വീരപ്പ റെഡ്ഡി, യു ആർ അണ്ടർ അറസ്റ്റ്. വാട്ട്? മൂലക്കുരുവിനുള്ള ഗുളികയും വാങ്ങി വീട്ടിൽ പോകാൻ വന്ന കിഴങ്ങന്മാരാണ് ഞങ്ങൾ എന്ന് വിചാരിച്ചു അല്ലേ? We are CBI from Kerala Police. മൂലക്കുഴി ഇരട്ടക്കൊലക്കേസിന്റെ ക്രൈം സീനിൽ നിന്ന് കിട്ടിയ കുറിപ്പടിയാണിത്. എക്സിബിറ്റ് നമ്പർ 1. ഇതിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ പേരാണ്. അതിനർത്ഥം ഇന്നലെ രാത്രി സംഭവം നടക്കുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നിഷേധിക്കാൻ സാധിക്കുമോ ഡോക്ടർക്ക്? ഓ മൈ ഗോഡ്, എന്റെ തിരുമൽ ദേവാ. ഒരു ദൈവത്തിനും ഇനി നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല ഡോക്ടർ. കേരള പോലീസിലും ബുദ്ധിരാക്ഷസന്മാരുണ്ടെന്ന് നിങ്ങൾ കരുതിയില്ല അല്ലേ? മിസ്റ്റർ ഓഫീസർ, ഐ പിറ്റി യു. വാട്ട് എ പിറ്റി. സാറേ, ഡോക്ടർ എന്താണ് ഇംഗ്ലീഷ് പ്രവർക്കുന്നത്? പെറ്റിയടിച്ച് കേസ് ഒഴിവാക്കി കൊടുക്കണമെന്ന് ഞാൻ സമ്മതിക്കൂല. സർ, ക്രൈം സീനിൽ നിന്ന് മരുന്നിന്റെ കുറിപ്പടി കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം ഇത് എഴുതി കൊടുത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ട് എന്നല്ല. പിന്നെ ഈ കുറിപ്പടി എഴുതി വാങ്ങിയ പേഷ്യന്റ് ആണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. അത് ശരിയാണല്ലോ. അയാൾ ഇനി എങ്ങനെ കണ്ടുപിടിക്കും? അയാളുടെ പേരാണ് ഇവിടെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഫ്രാങ്കോ, മൂർഖൻ ഫ്രാങ്കോ. ഡോക്ടർ, യു ആർ ബ്രില്യൻ. ഞങ്ങളുടെ കൂടെ CBI ചേരാൻ താല്പര്യമുണ്ടോ? ഇറങ്ങിപ്പോടോ. ഞങ്ങൾ ഇപ്പോൾ പോകുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്.
അതെന്തിനാ സാറേ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്? ചമ്മല് മാറ്റാൻ എല്ലാ പോലീസുകാരും ചുമ്മാ പറയുന്ന ഡയലോഗാണോ ഇത്? നമ്മൾ ഇനി എങ്ങോട്ടാണ് സാറേ? അവന്റെ മാളത്തിലേക്ക്. ആരുടെ? മൂർഖൻ ഫ്രാങ്കോയുടെ. എവിടെയാണോ ഈ ഫ്രാങ്കോയുടെ മട? എന്റെ കൈ തരിക്കുന്നു. സാറേ, തേടിയ വള്ളി കാലിൽ ചുറ്റി. മറിച്ച് കളഞ്ഞിട്ട് വാടോ ആ വള്ളി. വള്ളിയല്ല സാറേ, മൂർഖനാ. അയ്യോ, രക്ഷിക്കണേ! പേടിച്ചോടല്ലേ എന്റെ സാറേ, നമ്മൾ പോലീസല്ലേ. പിന്നെ പോലീസാണോ കള്ളനാണോ നോക്കിട്ടല്ലേ മൂർഖൻ ഉമ്മ വെക്കണോ കടിക്കണോ എന്ന് തീരുമാനിക്കുന്നത്. അയ്യോ, ഇത് കടിക്കണ മൂർഖനല്ല സാറേ. താൻ നോക്കിക്കേ, ഫ്രാങ്കോസ് ട്യൂഷൻ സെന്റർ. ആഹാ, അപ്പൊ ഇതാണല്ലേ അവന്റെ മാളം. സുഖു, വിളിച്ച് ഇറക്കണോ ആ ഫ്രാങ്കോയെ? ഫ്രാങ്കോ, എടാ ഫ്രാങ്കോ! ഫ്രാങ്കോ, കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. അയ്യോ സാറേ, ഞാൻ തമ്പാനാണ്. ഫ്രാങ്കണ്ണൻ പിള്ളേരെ ട്യൂഷൻ പഠിപ്പിക്കുന്ന തിരക്കിലാണ് സാറ്. ഞങ്ങൾ പിണ്ണാക്ക് തിന്നുന്ന ഉണ്ണാക്കന്മാരാണെന്ന് വിചാരിച്ചത്. കൊട്ടേഷൻ കൊണ്ടായ മൂർഖൻ ഫ്രാങ്കോ എന്ന് മുതലാണോ ട്യൂഷൻ മാസ്റ്റർ ആയത്? അയ്യോ സാറേ, ഞങ്ങൾ കൊട്ടേഷൻ പണിയൊക്കെ നിർത്തി. ഇപ്പോ സപ്ലൈ അടിച്ച് പൊട്ടിക്കെടുക്കണ പാവം പിള്ളേരെ പാസ്സാക്കി എടുക്കുന്ന മഹത് യത്നത്തിലാണ് ഞങ്ങൾ. വേഗം വിളിക്കട തന്റെ ഫ്രാങ്കണ്ണനെ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് CBI വന്നിട്ടുണ്ടെന്ന് പറ. ഇൻസ്പെക്ടർ ഇടിവെട്ട് പുഷ്പനും കോൺസ്റ്റബിൾ സുഗു. ഫ്രാങ്കണ്ണ, കേരള പോലീസിൽ നിന്ന് 2 CBI വന്നിട്ടുണ്ട്. അണ്ണനെ കണ്ട് അനുഗ്രഹം വാങ്ങാനാണെന്നാ തോന്നണേ. സാർ ഹാപ്പിയല്ലേ? കോൺസുൾ സാറും ഹാപ്പിയല്ലേ? തമ്പാനെ, സാർമാരെ കുടിക്കാൻ സമ്മാനം കൊടുത്തോ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ട തമ്പാനെ. ഇനി ശ്രദ്ധിക്കാം അണ്ണ. ಹೇಳಿ ಸರ್, ನಿನಗೆ ಏನು ಬೇಕು? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ ക്യാച്ച് ആക്കിയേ. വാട്ട് കാൻ ഐ ഡു ഫോർ യു? അണ്ണ, സാറുമാർക്ക് മനസ്സിലായി അണ്ണ. ഫ്രാങ്കോ, നീ എന്നോട് ക്ഷമിക്കണം. ഒരു നിമിഷത്തേക്ക് ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. നീ ഇത്ര തങ്കപ്പെട്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സാർ, പതറരുത്. നമ്മൾ പ്രതിയെ പിടിക്കാൻ വന്നതാണ്. അപ്പൊ സാറ് ഹാപ്പി അല്ലേ? ഹാപ്പി കോപ്പി. സാറ് ലോലനായിരിക്കും, ഞാനങ്ങനെയല്ല. തമ്പാനെ, സാറിന് എന്താ വേണ്ടെന്ന് ചോദിക്കേ. എന്റെ പുഷ്പൻ സാറേ, സാറിന് എന്താ വേണ്ടത്? കൊല. ഒരു കൊലയല്ല, ഇരട്ടക്കൊല. ആഭ്യന്തരമന്ത്രിയുടെ അമ്മായിയപ്പന്റെ തൊഴുത്തിൽ നിന്നും ഇന്നലെ രാത്രി നിങ്ങൾ ചാക്കിലാക്കിയ ആ 2 കൊലകൾ. ഞങ്ങളോ? ഇന്നലെ രാത്രിയോ? ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ അണ്ണന്റെ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേഷൻ ആയിരുന്നു സാറേ. അതിനിടയിൽ എവിടെയാ 2 കൊല കക്കാറൊക്കെയുള്ള സമയം? അപ്പൊ പിന്നെ ഈ തൊണ്ടി മുതലോടോ? കമോൺ മിസ്റ്റർ ഫ്രാങ്കോ, ആൻസർ ദ ക്വസ്റ്റ്യൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആൻഡ് മാച്ച് ദ ഫോളോയിങ്. ഇതാ വൈദ്യന്റെ കയ്യിൽ വായുവിളിയോ പോയിക്കൊണ്ട് വരാൻ കൊണ്ടുപോയി കടലാസ് അല്ലേ? അതെ അണ്ണ, ഇതാണല്ലോ. ഇതെങ്ങനെ സാറിന് കിട്ടി? അപ്പോ ആ കൊലകൾ കെട്ടത് നിങ്ങളല്ല? അങ്ങനെ പറയരുത്. എന്റെ ഒടുക്കത്തെ പ്രതീക്ഷ നിങ്ങളായിരുന്നു. ഇനി ഞാൻ എവിടെ പോയി അന്വേഷിക്കും എന്റെ ഈശ്വര? സാറേ, സാറ് കരണ്ട സാറേ. ആ കൊല കെട്ടിയ ആളെ പറ്റി ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ആരെയാണ? അവനിപ്പോൾ എവിടെ ഉണ്ടെന്ന് ഞാൻ സാറിന് പറഞ്ഞു തരാം. സാറ് ഹാപ്പി അല്ലേ? പൊന്നു ഫ്രാങ്കോ, ഭാരതാംബയുടെ ധീരപുത്ര, പറയൂ, ആ കൊലക്കേസ് പ്രതി എവിടെയുണ്ട്?
ഇന്നലെ രാത്രി കൊല കെട്ടുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു ചാണകക്കുഴി വീണ് അവന്റെ കാലൊടിഞ്ഞു. അവനിപ്പോൾ എവിടെയാണെന്ന് അറിയണ്ടേ? എവിടെയാണ്? നനകെ കൊത്തു, എനിക്കറിയാം. നനകെ ഹെലുത്തനെ ഞാൻ പറയാം. തമ്പാനെ, സാറിനോട് നാളെ വരാൻ പറ. നാളെ വരാനോ? നീ എന്നെ പോലീസിനെ പൊട്ടനാക്കുവാണോ? മര്യാദയ്ക്ക് പറയടാ. ആക്ഷൻ ഇവിടുന്ന്, സൗണ്ട് എഫക്ട് അവിടുന്ന്. നീ എന്താ ഡബിങ് ആർട്ടിസ്റ്റ് ആണോ? സാറേ, ശനിയാഴ്ച ദിവസം വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ പിന്നെ അണ്ണന് മൗനവ്രതമാണ്. അണ്ണൻ അത്യാവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ, അതും എന്നോട് മാത്രം. ഫ്രാങ്കോ, ഇതൊരു അത്യാവശ്യമാണ്. ഈ കേസിന് ഇന്ന് തന്നെ തുമ്പുണ്ടാക്കിയില്ലെങ്കിൽ എന്റെ തൊപ്പി തെറിക്കും. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. ഹോ, രക്ഷപ്പെട്ടു. എന്താണ് വഴി? ഡംഷറാക്സ്. ഡംഷറാക്സാ? പിന്നെ അണ്ണന്റെ ഡംഷറാക്സ് ഭയങ്കര ഫേമസ് അല്ലേ? കൊല കട്ടവൻ എവിടെയുണ്ടെന്ന് അണ്ണൻ ആക്ഷനിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരും. നിസ്സാരം. സ്റ്റേഷനിലെ ആ സാധനത്തിന്റെ ചാമ്പ്യൻ ഈ സുഖല്ലേ? 2 വാക്കുകളുണ്ട്. അതിൽ ആദ്യത്തേത് അണ്ണൻ ഇപ്പൊ കാണിക്കും. കൊരങ്ങൻ. ഹനുമാൻ. കുഴൽ. പഞ്ചവാദ്യം. പഞ്ചവാദ്യം. ആ, കിട്ടി. പാമ്പാട്ടി. അല്ലേ അല്ലേ അല്ലേ? തമ്പാനെ, ശ്രദ്ധിക്കാൻ പറ. ഒന്ന് ശ്രദ്ധിക്കു സാറേ. വിറയൽ. പനി. പനി. തുള്ളൽ. തുള്ളൽപ്പനി സാറേ, തുള്ളൽപ്പനി. എലിപ്പനി. പന്നിപ്പനി. പന്നിപ്പനി. ആ, മങ്കിപ്പനി. തമ്പാനെ, ശ്രദ്ധിക്കാൻ പറ. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്ക് സാറേ. അണ്ണൻ എത്ര സിമ്പിൾ, ഹംബിൾ, നോബിൾ ക്ലൂ ആണ് തരുന്നത്. അണ്ണന്റെ ബുദ്ധി അപാരം തന്നെ. ഹലോ, എവിടെ? അടുപ്പൂട്ടി സ്റ്റേഷനിലോ? ഓക്കെ ഓക്കെ. കൺഗ്രാറ്റുലേഷൻസ് സാർമാരെ. കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ആണ് സാർ പറഞ്ഞത്. അടുപ്പുട്ടി. സാറേ, കിട്ടിയ ക്ലൂവും കൊണ്ട് ഇവിടുന്ന് തടി ഊരുന്നതാ ബുദ്ധി. ഇല്ലെങ്കിൽ എന്റെ കന്നി വെട്ടും, സാറിന്റെ ഒടുക്കത്തെ വെട്ടും ഇന്ന് ഇവിടെ നടക്കും. ഓക്കെ, താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ ഫ്രാങ്കോ. താങ്ക് യു. എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. അങ്ങനെ അങ്ങ് പോവല്ല സാറേ, ഒരു വാക്ക് കൂടി ഉണ്ടല്ലോ. അത് പിന്നെ ഈ ക്ലൂ തന്നെ ധാരാളം. ഇനി പ്രതിയെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. സാറേ, ഡംഷറാക്സിന്റെ കാര്യത്തിൽ അണ്ണൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. രണ്ടാമത്തെ വാക്ക് കൂടി പറഞ്ഞു തരാതെ അണ്ണൻ ഇവിടെ നിന്ന് നിങ്ങളെ വിടില്ല സാറേ. ഇത് വളരെ സിമ്പിൾ ആണ് സാറേ. വീട്. കൂട്. കൂട്. കുരങ്ങൻ. കുരങ്ങൻ. തമ്പാനെ, ശ്രദ്ധിക്കാൻ പറ. ഒന്ന് ശ്രദ്ധിക്കു സാറേ. മലബന്ധം. മലബന്ധം. സാറിന്റെ മൂലക്കുരു. തമ്പാനെ, ടൂൾസ് എടുക്ക്. സാറേ, ഇവന് ഭ്രാന്ത. ഓടിക്കോ. Don't go killer, 35 fresh bitch, ain't nobody winner. Slow mo and I ain't a only feel God and the man in the mirror. I see the devil looking back on another level. Where you at? I'm a savage, I'm a beast, got blood in my teeth when I'm going for your neck. അയ്യോ. സാറേ, ആ സൈക്കിൾ നമ്മളെ ഈ ജില്ല മുഴുവൻ ഓടിച്ചല്ലോ സാറേ. ആ ചാണക്കുഴിയിൽ വീണില്ലായിരുന്നെങ്കിൽ നമ്മുടെ അന്ത്യകുർബാന അടിയന്തരം അവൻ ഒന്നിച്ചു നടത്തിയനെ. അല്ല, താൻ എന്താ ഈ വിറവുള്ളിയും പിടിച്ചോണ്ട് നിൽക്കണേ? ഇത് ആ ചാണകക്കുഴിയിൽ വീണപ്പോൾ കിട്ടിയതാ സാറേ. ആ സൈക്കിൾ എങ്ങാനും വന്നാൽ എറിയാൻ വേണ്ടി കയ്യിൽ പിടിച്ചതാ. പറഞ്ഞതുപോലെ സാറിന്റെ മുതുകത്ത് എന്താ ഒരു വടിവാള്? ഇതും ആ ചാണകക്കുഴി നള്ളിപ്പിടിച്ചതാ. നാശം. അത്ഭുതം, മഹാത്ഭുതം. എന്റെ തൊഴുത്തിൽ നിന്ന് കാണാതെ പോയ കദളിവാഴ കൊലയും ചെന്തക്കിക്കൊലയും. നിങ്ങൾ വല്ലാത്ത പഹയന്മാർ തന്നെ. തിരുമേനി, ചാണകത്തിൽ വീണ ഈ കൊല ഇനി എന്തിനു കൊള്ളാം?
തെങ്ങിൻ പൂക്കുല രസായനത്തിന് ചാണകം അത്യുത്തമല്ലേ? ഞാനിത് വേറെ ചാണകം തേടി പോവണ്ടല്ലോ. ഹലോ ബരുമാനെ, നീ അയച്ച ഈ 2 പോലീസുകാരന്മാർ ബഹുഖേമന്മാർ തന്നെ. ഒറ്റ ദിവസം കൊണ്ടല്ലേ അവർ തൊണ്ടി മുതൽ കണ്ടെടുത്ത് കഴിച്ചതാ. എന്താ SI കൊടുക്കാണോ? ഇപ്പൊ കൊടുക്കാം. ഹലോ സാർ, താങ്ക് യു സാർ. പ്രതി ആരാണെന്നോ? അത് സാർ, അവനൊരു വേന്ദ്രനാണ്. ചില ആളുകൾ അവനെ രാവണൻ എന്ന് വിളിക്കും, മറ്റു ചിലർ അവനെ ഇബിലീസ് എന്ന് വിളിക്കും, വേറെ ചിലർ അവനെ വിളിക്കുന്ന പേരാണ് സ്റ്റീഫൻ കൊടുവള്ളി. അവനിപ്പോ എവിടെയാണെന്നോ? അവനിപ്പോൾ യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ വഴി അന്റാർട്ടിക്കയിലേക്ക് കടന്നു എന്നാണ് സാർ വിവരം. അവനെ കണ്ടുപിടിക്കാൻ ലോകത്തിന്റെ ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ് സാർ. യെസ് സാർ. ഇപ്പോൾ കിട്ടിയ വാർത്ത, മൂലക്കുഴി കേസ് വഴിത്തിരിവിലേക്ക്. വിദേശത്തേക്ക് കടന്ന അന്താരാഷ്ട്ര ഭീകരനെ തേടി SI പുഷ്പകുമാരൻ, കോൺസ്റ്റബിൾ സുകുമാരക്കുറുപ്പ് എന്നിവർ അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം അന്റാർട്ടിക്കയിലേക്ക്. ഫ്രാങ്കണ്ണ, ദേ അവര്. തമ്പാനെ, പിടിക്കവരെ. സാറേ, ആ സൈക്കോ വീണ്ടും വന്നു. ഓടിക്കോ സാറേ. സുഗു, താൻ മലങ്കര ഹോസ്പിറ്റലിൽ വിളിച്ച് ICUവിൽ 2 ബെഡ് ബുക്ക് ചെയ്തോ? ഒന്ന് തനിക്കും ഒന്ന് എനിക്കും. എവിടെയാ സാറേ? മലങ്കര അടുപ്പൂട്ടി, മലങ്കര. IC വേണോ സാറേ? മോർച്ചറി പോരെ? അവിടെ പുതിയ ഫ്രീസർ വന്നിട്ടുണ്ടെന്ന് ന്യൂസിൽ കേട്ടായിരുന്നു. കറക്റ്റ് ആൻസർ. അടുപ്പൂത്തി മലങ്കര. വെരി ഗുഡ്, സ്മാർട്ട് ബോയ്സ്. അണ്ണന്റെ ആക്ഷനും ക്ലൂവും ബ്രില്യന്റ്. അണ്ണൻ ഒരു സംഭവം തന്നെ. എന്നാ പിന്നെ അണ്ണ, നമുക്കിനി പോയി ആ പിള്ളേരെ പഠിപ്പിച്ചാലോ? അപ്പം അന്റാർട്ടിക്കയിലേക്ക് കടന്ന ആ ഭീകരനോ? എഴുതാൻ പോകുന്ന മൂലക്കുഴി. തമിഴ് റോക്കർ അല്ല, ചെങ്കടൽ